ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റ് ആണ്. നമ്മൾ കുറച്ച് മുൻപ് ഒരു ചപ്പാത്തിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടുള്ളൊരു ചപ്പാത്തി. ആ ചപ്പാത്തിയുടെ കൂടെ ഒരു ബീഫ് റോസ്റ്റ് വെച്ചിട്ടായിരുന്നു ഞാനത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ചപ്പാത്തിയേക്കാൾ ആ ബീഫ് റോസ്റ്റിലേക്കാണ് ഞങ്ങൾ നോക്കിയത്. അതിൻ്റെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബീഫ് റോസ്റ്റാണിത്. അന്ന് എടുത്തു വെച്ച വീഡിയോ തന്നെയാണ് കേട്ടോ. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഇതിലും എളുപ്പവഴി വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. പിന്നെ അത് ഉണ്ടാക്കാൻ വെറും 3 ചേരുവകൾ മാത്രം മതി. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചുവന്നുള്ളി ചതച്ചെടുത്തതാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ പ്രത്യേകത തന്നെ ഈ ഒരു ചുവന്നുള്ളിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. ഈ ചുവന്നുള്ളി ഒരു 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. ഇത് നമ്മളിപ്പോൾ എണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചുവന്നുള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കിലോ ബീഫ് അല്പം ഉപ്പ് മാത്രം ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. 1/4 ഭാഗം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വേവിച്ചെടുത്ത വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളം കളയരുത്. വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റ് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ള പേടി ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ കളയാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലത്തെ വെള്ളമൊന്നും കളഞ്ഞിട്ടില്ല. നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ബീഫ് റോസ്റ്റിന് നല്ലൊരു കളറും കിട്ടും. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു ബ്ലാക്ക് കളറും കിട്ടും. കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം ഇതിൽ കിടന്നിട്ട് വറ്റി വന്നാലാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. വെള്ളം ഒരിക്കലും കളയരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.